KGF എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം പ്രശാന്ത് നീൽ ഒരുക്കിയ ചിത്രം സലാർ അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരാധകർ ഈ സിനിമ അനൗൺസ് ചെയ്ത കാലം മുതൽ തന്നെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. ഒടുവിൽ ഇന്ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി. ഫിലിം മൊത്തത്തിൽ ചെറിയൊരു ലാഗ് ഉണ്ട്. KGF ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൂഡല്ല. പടം കുറച്ചും കൂടിയും ഒരു എന്താ പറയുക ഇമോഷണലി കുറച്ചുകൂടി കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇവർ തമ്മിലുള്ളൊരു സൗഹൃദത്തിന്റെയും കൂടി ഒരു രീതിയിലാണ് പടം പോകുന്നത്. പിന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു KGF എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും. പക്ഷെ ഒരു സ്ലോ പേസിലാണ് പടം മൊത്തത്തിൽ പോകുന്നത്. പിന്നെ ക്ലൈമാക്സിലൊരു ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതാണ് പടത്തിന്റെ ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത്. മൊത്തത്തിലൊരു ആവറേജ് പടമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത്ര ഒരു വലിയൊരു സംഭവമായിട്ട് ഒരു എന്താ പറയുക നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലൊന്നും ഇല്ല. എന്നാലും വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല ഭാഷയാണ്. പ്രശാന്ത് നീൽ എന്ന സംവിധായകന്റെ എനിക്ക് തോന്നുന്നു അടയാളപ്പെടുത്താൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം. പ്രത്യേകിച്ച് പ്രഭാസ്, ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ അതിശക്തമായ കഥാപാത്രം. നമ്മൾ എന്താണ് പ്രഭാസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കിട്ടി. നല്ല പടം സൂപ്പർ പടം. തിയേറ്റർ വാച്ചർ മസ്റ്റ് വാച്ചർ. അപ്പോ പ്രഭാസിന്റെ ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാം. ഹോമാല ഫിലിപ്സ് മികച്ച രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ബാഹുബലിക്കും KGFിന് ശേഷം ഒരു ഡിവട്ട് ഐറ്റം തന്നെയാണ് ഈ നമ്മുടെ സലാർ. ഇപ്പൊ പാർട്ട് 1, ഇപ്പൊ ഇനി പാർട്ട് 2ലേക്ക് വെയിറ്റിംഗ് ആണ്. അപ്പൊ പൃഥ്വിരാജിന്റെ ഒരു കടുവയ്ക്ക് ശേഷം ഒരു ഗാംഭീര്യത നിറഞ്ഞ വേഷമാണ്. അപ്പോ റേറ്റിംഗ് ഒരു 5/4 കൊടുക്കാം. സലാർ എന്ന് പറഞ്ഞ ചിത്രം തീർച്ചയായിട്ടും KGF പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ആ ഒരു നമ്മുടെ പ്രഭാസിന്റെ ഒരു അഭിനയം അതെങ്ങനെയായിരിക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിന്റെ പൃഥ്വിരാജ് ചേരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ തന്നെ വന്നത്. തീർച്ചയായിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മള് ആ ടീം വർക്ക് പ്രശാന്ത് നീൽ എന്ന സംവിധായകന്റെ തിരക്കഥ ചേർന്നപ്പോൾ നമ്മള് ഒരു നല്ലൊരു തിയേറ്റർ അനുഭവം തന്നെയാണ് കിട്ടിയത്. കാസ്റ്റിംഗിന്റെ കാര്യത്തിലായാലും എല്ലാവരും ഒന്നിനൊന്ന് മികച്ച അഭിനയമാണ് കാഴ്ചവെച്ച്. തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രമാണ് സലാർ. പ്രഭാസ് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമായി. ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്നു. സലാർ കി ജയ്. KGFിനേക്കാളും എനിക്ക് പറയാനില്ല, വാക്കുകളില്ല. ഒരു രക്ഷയില്ല. രണ്ടുപേരും കൈയൊക്കെ വിറയ്ക്കണ്. ഈക്കലാണ്. ഫിലിംസ് ഗൂസ് ബംസ് അടിക്കുന്ന ഫിലിംസ് ആണ്, പറയാനായിട്ടൊന്നുമില്ല. കട്ടപ്പടമാണ്, മസ്റ്റ് വാച്ചാണ്. പൃഥ്വിരാജിന്റെയും പ്രഭാസിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ പാൻ ലെവൽ ഇന്ത്യ അഭിനയമാണ് പൃഥ്വിരാജിന്റെ. മസ്റ്റ് വാച്ചാണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ കൊള്ളാം, നല്ല പടമാണ്. KGFിന്റെ ലെവലിൽ എത്തിയിട്ടുണ്ട്. കുറെ ഗൂസ് ബംസ് അടിക്കുന്ന മൂവ്മെന്റ്സ് ഉണ്ട്. ലാസ്റ്റ് ക്യാമറ ആദ്യമൊക്കെ കുറച്ച് സ്ലോ വൈബിൽ പോയാലും ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് മസ്റ്റ് ഗൂസ് ബംസ് അടിച്ചോണ്ടിരിക്കും. കണ്ടോണ്ടിരിക്കാനുള്ള ഫീൽ, ഇങ്ങനെ തിയേറ്റർ നമ്മൾ മുഴുങ്ങിയിരിക്കത്തില്ല. ആ ഫീലാണ് കണ്ടിരിക്കാൻ വേണ്ടി. സിനിമ പറയുവാണെങ്കിൽ നമുക്ക് KGFിന്റെ ആ റേഞ്ച് വരത്തില്ല. പക്ഷെ എന്നാലും ഇതൊരു വേറെ ഒരു തീം സ്റ്റോറിയാണ്. അപ്പം അതുകൊണ്ട് ഇത് നല്ലതാണ്. പിന്നെ പൃഥ്വിരാജ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ റോളില്ലായിരുന്നു. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് പൃഥ്വിരാജും പ്രഭാസും തമ്മിലുള്ള ബോണ്ടും ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പോവുകയാണ്. പിന്നെ ഇതൊരു വേറെ ടൈപ്പ് സ്റ്റോറിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഒരു ആക്ഷൻ പാക്ക് മൂവിയാണ്. ആക്ഷൻ വയലൻസ് ഒക്കെ ഉണ്ട്. പിന്നെ റൊമാൻസ് ഒന്നും പറയത്തില്ല, റൊമാൻറ്റിക്കിനും പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ക്ലൈമാക്സിൽ നല്ല ട്വിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ പ്രഭാസിന്റെ ഒരു കമ്പാക്ട് ഉണ്ട്. കാരണം പ്രഭാസിന്റെ ഇതിലും പറഞ്ഞാൽ 2-3 പടങ്ങളൊന്നും അത്ര ശരിയായില്ല. കാരണം ഇതൊരു ഈ പറഞ്ഞ പ്രശാന്തിന്റെ ഡയറക്ഷനും പിന്നെ BGM എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇതൊരു നല്ല സൂപ്പർ നല്ലൊരു ആക്ഷൻ പാക്ക് മൂവിയാണ്. അപ്പോൾ പിന്നെ വെച്ചാൽ ഇനി സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞോളൂ. പിന്നെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞാൽ ബാക്കി പറയാൻ പറ്റില്ല നമുക്ക്. എനിക്ക് KGFിന്റെ അത്ര ഒന്നും ഒരു ഇതായിട്ട് തോന്നില്ല. പക്ഷെ എന്നാലും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് അത് കാരണം കുറച്ചും കൂടി സെക്കൻഡ് പാർട്ടിലായിരിക്കും കുറച്ചും കൂടി ഒരു നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. പൃഥ്വിരാജ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർ രണ്ടുപേരും ബേസ് ചെയ്ത് തന്നെ കഥ പോണത്. അപ്പൊ അതുകൊണ്ട് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള റോൾ തന്നെ പൃഥ്വിരാജിന് കൊടുത്തേക്കണം. ഇല്ല, ഡയലോഗ്സ് ഒക്കെ KGFിന്റെ ഒരു തീമിൽ തന്നെ പണം പോണത്. പക്ഷെ എന്നാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റോറി പറയലും അങ്ങനത്തെ രീതിയിലൊക്കെ തന്നെ പോണത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ KGF വെച്ച് നോക്കുമ്പോൾ KGF തന്നെയാണ് അടിപൊളി. KGFിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി സോങ് ഒക്കെ കൊടുക്കുന്നത്. ഇതിലൊന്നും അത്രക്കൊന്നും വന്നിട്ടില്ല. KGF വെച്ച് നോക്കുമ്പോൾ പടം അത്ര ഒന്നും എത്തിയിട്ടില്ല. ഇഷ്ടപ്പെട്ടു, നല്ല പടം. പ്രഭാസ് പൃഥ്വിരാജ് അതിൽ അഭിനയിച്ച എല്ലാവർക്കും നല്ല അഭിനയമാണ് അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. നല്ല പടം. നല്ല പടമുണ്ട്. പ്രശാന്തിലെ ഫസ്റ്റ് പടമാണ്. അപ്പം
ആ കഥ തന്നെയാണ് ഫസ്റ്റ് ഹാഫിന് കുറച്ച് അങ്ങോട്ടുള്ള ആ കഥ തന്നെ. അപ്പോൾ നമുക്കൊരു ആ പടം കണ്ടവർക്ക് ഒരു ഇതോട്ട് തോന്നും. പിന്നെ കുറച്ച് സ്ലോ പേസിൻ്റെ കഥ പോകുന്നത്, ഭയങ്കര വൃത്തിയായിട്ട് ബിൽഡപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ കുറച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് ഹീറോയിസും കുറച്ച് കാര്യങ്ങളുണ്ടാകും നമുക്ക് ജയിക്കുന്നത്, പക്ഷേ തെലുങ്ക് ഓഡിയൻസിനൊക്കെ സെറ്റാവും. ക്ലൈമാക്സ് എൻഡ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്. വലിയൊരു എന്താണ് വലിയൊരു കഥയ്ക്ക് സ്കോപ്പുള്ള രീതിയിൽ വലിയൊരു നല്ല രീതിയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സ് അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ഉണ്ട്. പൃഥ്വിരാജ് ക്ലൈമാക്സിൽ അടിപൊളിയാണ്. സിനിമ കൊള്ളായിരുന്നു, കൊള്ളാം. ഈ KGF-ന്റെ അത്ര ഇല്ല, KGF-ന്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ സെക്കൻഡ് ഭാഗത്തിന് വേണ്ടിയിട്ട് അത്ര വെയിറ്റിംഗ് ചെയ്യാനുള്ള ഒന്നും അധികമില്ല. പിന്നെ കാണാം, 2-3 മണിക്കൂർ സുഖമായിട്ട് ഇരുന്ന് കാണാൻ രസമുള്ള പടം. ഒരു ത്രില്ലർ, നല്ലൊരു ത്രില്ലറാണെന്നുണ്ട്. പിന്നെ അവർ KGF കോപ്പി ചെയ്ത് മീൻസ് അതുപോലൊക്കെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ നോക്കി. അതാണ് അതിന്റെ കൊള്ളാത്ത ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ കാണിക്കാൻ നോക്കുമ്പോൾ എന്തായാലും നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ അതിന്റെ ഒരു ഇത് കൊണ്ടുവരാൻ ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അത് അത്ര നല്ല ഇതായിരുന്നില്ല. ശരി, എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരുന്നുണ്ട്. ഒരു പക്ക മാസ് ആക്ഷൻ മൂവിയാണ്. പൃഥ്വിരാജിനെക്കാളും സ്പേസ് ഉള്ളത് പ്രഭാസിനാണ്. പ്രഭാസിന് തിരിച്ചു വരുമെന്ന് പറയാം. പിന്നെ ഓൺലി നെഗറ്റീവ് പറഞ്ഞ കുറച്ച് വയലൻസ്, ബ്ലഡ് റിവെഞ്ച് അത് കുറച്ച് കൂടുതലാണ്. പിള്ളേരായിട്ട് കാണാൻ പിള്ളേർക്ക് ബുദ്ധിമുട്ടായി. പിന്നെ 3 hours കുറച്ച് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു മാസ് ആക്ഷൻ മൂവിയാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് പൃഥ്വിരാജ് വരുന്നത്. ക്ലൈമാക്സും ഇന്റർവെല്ലും ഉഗ്രനാണ്. എല്ലാം കൊണ്ടും നല്ല മാസ് എന്റർടൈനർ. ലിയോക്കായിട്ട് നല്ല പടമാണ്. എനിക്ക് തോന്നുന്നു ജയിലറിന്റെ ലെവലിൽ പോകാൻ സാധ്യതയുണ്ട്. ഗംഭീര മൂവിയാണ്. ഇത്ര നാളത്തെ വെയിറ്റിംഗ്, കുറെ നാളെ കണ്ട് ഡേറ്റ് മാറ്റി വന്ന് അവസാനം ഫൈനലി സലാർ എത്തി. രാവിലെ നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനോട് തന്നെ മൂവി കാണാൻ പറ്റി. ഇന്നലെ ചേട്ടൻ ലാൽ സാർ കത്തിച്ച് വെച്ച ആ തീ അനിയൻ ഏറ്റെടുക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ക്രിസ്മസ് രണ്ടുപേരും അങ്ങ് ഏറ്റെടുത്തു. ഇനിയിപ്പോൾ അതിനകത്ത് വേറൊരു എതിരാളികളോ നിസ്സംശയം ഓഫ് കോഴ്സ്. പിന്നെ മൂവിയെ കുറിച്ച് പറഞ്ഞ ഡയറക്ഷൻ, പാട്ട്, BGM അല്ല ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റിംഗ്. പ്രഭാസും രാജുവേട്ടനും ഒരേ ലെവലിൽ നിന്ന് എന്തായാലും സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റിംഗ്. നമുക്ക് ആകെ ഒരു കുഴപ്പമുണ്ടായത് ആ ഒരു KGF ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലാഗ് വന്നുപോയി. നമുക്ക് പ്രശാന്ത് നീലിൽ നിന്ന് പ്രതീക്ഷ അല്ല കിട്ടിയത്. ബട്ട് എന്നാലും ആ ലാസ്റ്റ് ഫൈറ്റ് സീൻ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാസിന്റെ റെബൽ സ്റ്റാർ എന്ന് വിളിക്കുന്നത്, കറക്റ്റ് ആ ലാസ്റ്റ് ഫൈറ്റിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ രാജുവേട്ടൻ അതിന്റെ ഒപ്പം മാച്ചിങ് ആ പ്രഭാസിന്റെ ഒപ്പം തന്നെ മാച്ചിങ് ആയിട്ട് നിന്ന് അടിപൊളിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിനൊരു ലാസ്റ്റ് എൻഡിങ് ആണ് തന്നേണേ. പ്രശാന്ത് നീലിന്റെ മാജിക് നമ്മൾ ഒരാൾ ഒരിക്കലും ഒരു ഗോൾഡൻ മൊമെന്റ് ഉണ്ടാക്കി വെച്ച് അതിന്റെ മുകളിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും. പക്ഷെ KGF-ന്റെ മുകളിൽ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ KGF ബിൽഡർ സലാർ നമുക്കറിയാലോ. KGF-ന്റെ ഒരു കാത്തിരിപ്പിന് ശേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് സലാർ വരുന്നത്. KGF-ൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ സലാർ തന്നിട്ടുണ്ട്. രണ്ടും 2 ടെറിട്ടറിയാണ്. സലാർ മസ്റ്റായിട്ട് കാണണമെന്ന് പറയാൻ കാരണം ഈ ഡാർക്ക്നെസ് ഉള്ള, ഈ BGM ഉള്ള, ഈ റോമാഞ്ചിഫിക്കേഷൻ ഉള്ള, ഈ ഇൻട്രോ സീനുള്ള, അല്ലെങ്കിൽ ഈ ഇതുപോലൊരു മാസ് തന്നെ ഇന്ത്യയിൽ വേറെ ഒരു ഡയറക്ടർക്കോ ഒരു ടീമിനോ തരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സലാർ കാണുന്നത്. പ്രഭാസിനെയും പൃഥ്വിരാജിനെയും പ്രശാന്ത് നീൽ അഴിച്ചു വിട്ടേക്കാണ്, അഴിഞ്ഞാടുകയാണ്. പ്രഭാസിന്റെ ഒരു ഇൻട്രോ സീനുണ്ട് തിയേറ്ററിൽ. ആ വന്ന് കയറി നിൽക്കുന്ന ഇൻട്രോ സീനിൽ തിയേറ്റർ ഇളകി മറിയായിരുന്നു. പൃഥ്വിരാജ് പ്രൗഡ്, മലയാളി സിനിമ പ്രേക്ഷകർ എന്നുള്ള പ്രൗഡാണ് തിയേറ്ററിൽ കാണുന്നത്. പൃഥ്വിരാജിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടുവന്ന് പൃഥ്വിരാജിന്റെ ഒരു മാസ് സീന് കാണിക്കുന്നത് തിയേറ്ററിൽ ചാടി എണീറ്റ് കൈയടിക്കുകയായിരുന്നു. സോ രണ്ടുപേരുടെയും മാസ് എന്താ പറയാ അഴിഞ്ഞാട്ടമുള്ള ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ് സലാർ. ഫസ്റ്റ് പാർട്ട് പറഞ്ഞു പോണത് സ്റ്റോറി ബേസ്ഡ് ആണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സൂപ്പർ പടം.